വെൽക്കം ബാക്ക് ടു ബീറ്റ സ്ക്വറൽ. ഇന്ന് നമുക്ക് CSSലെ ബോക്സ് മോഡൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ഒരു HTML ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഒരു CSS ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം ബോഡിയിൽ 2 ഡിവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിവിന് ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തു. രണ്ടാമത്തെ ഡിവിന് സെക്കൻഡ് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ് സെപ്പറേറ്റ് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഫസ്റ്റ് ഡിവിനുള്ളിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്തു. രണ്ടാമത്തേൽ സെക്കൻഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കണ്ടന്റ്. CSSൽ സ്റ്റൈൽ ഇതുവരെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. empty ഫയലാണ്. നമുക്ക് ബ്രൗസറിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവ് എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ എലമെന്റ് ആയതുകൊണ്ട് ഓരോന്നും ഓരോ ലൈനിലായിട്ട് കണ്ടന്റ് വരുന്നത് കാണാം. ഇനി നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ഞാനിവിടെ ഓരോ ഡിവിനും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിന് ഓറഞ്ച് റെഡും സെക്കൻഡിന് യെല്ലോ ഗ്രീനും കൊടുത്തു. നമ്മൾ പേജ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഓരോ ഡിവിനും അപ്ലൈ ചെയ്തതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റെക്ടാംഗിൾ ഷേപ്പിലാണുള്ളത് ഡിവ്. HTML എല്ലാ എലമെന്റ്സും റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബോഡിയിൽ നമുക്ക് ഔട്ട് സൈഡ് കുറച്ച് മാർജിൻ ഉണ്ട്. അവിടെ ഒരു വൈറ്റ് സ്പേസ് ആണുള്ളത്. അതായത് നമ്മൾ ഡിവ് ബോഡിയിൽ ബ്രൗസറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല, ബ്രൗസറിന്റെ അറ്റത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഡീഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസറിന്റെ ഡീഫോൾട്ട് പാഡിങ്ങും മാർജിനും റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ബോഡിക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ എലമെന്റ്സിന്റെയും മാർജിനും പാഡിങ്ങും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർ എന്ന് പറയുന്ന സെലക്ടർ ഉപയോഗിക്കുന്നത്. CSSൽ സ്റ്റാർ എന്ന് പറയുമ്പോൾ എല്ലാ എലമെന്റ്സിനും ആ സ്റ്റൈൽ അപ്ലൈ ചെയ്യും. അപ്പോൾ പാഡിങ് 0, മാർജിൻ 0, പാഡിങ് 0, മാർജിൻ 0 കൊടുക്കുന്ന സമയത്ത് എലമെന്റ്സ് എഡ്ജസ് ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ എലമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് കൊടുത്തു. ഞാൻ ഇൻസ്പെക്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ഡിബഗർ ടൂൾ ഞാൻ ജസ്റ്റ് റീസൈസ് ചെയ്യുന്നുണ്ട്. റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എലമെന്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റൈൽ ഇവിടെ കൊടുത്തത് കാണാം. ബാക്കിയുള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്ത സ്റ്റൈൽസ് കാണാം. ബ്രൗസർ ഡീഫോൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റൈലും കാണാം. യൂസർ ഏജന്റ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് ബ്രൗസർ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. അതാണ് യൂസർ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ബ്ലോക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ് ഡിവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്റ്റൈൽ ഏത് സ്റ്റൈൽ ഫയലിലാണെന്നും അത് ഏത് ലൈൻ നമ്പർ ഏതാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ബോക്സ് മോഡൽ റെപ്രസെന്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു കണ്ടന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് സെലക്ട് ആയിട്ടുണ്ട്. ഇതാണ് കണ്ടന്റ്. പിന്നെ അതിന്റെ പുറത്ത് പാഡിങ് ഒന്നും നമ്പർ ഒന്നുമില്ല, ബോർഡർ ഇല്ല, മാർജിൻ ഇല്ല. നമുക്ക് ഈ ഓരോന്നും ആഡ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. ഞാൻ ഈ ഫസ്റ്റ് ബോക്സിന് പാഡിങ് 20 പിക്സൽ കൊടുക്കുകയാണ്. സെക്കൻഡ് ബോക്സിന് പാഡിങ് 30 പിക്സൽ. ഇനി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എലമെന്റ് വലുതായതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ സ്പേസ് വന്നിട്ടുണ്ട്. നമ്മൾ അതേപോലെ തന്നെ ഡീബഗർ ടൂളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് നേരത്തെ ഉണ്ടായിരുന്നതിൽ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഔട്ട്സൈഡ് സ്പേസ് എന്ന് പറയുന്നത് പാഡിങ്ങിന്റെ അവിടെ നമുക്ക് 20 കാണാൻ പറ്റും. 4 വശങ്ങളിലും 20 ഉണ്ട്. കാരണം നമ്മൾ 20 ആണ്, പാഡിങ് 20 ആണ് കൊടുത്തത്. അപ്പോൾ ഏതൊരു കണ്ടന്റ് ആയാലും നമ്മളുടെ ആ ഒരു എലമെന്റിന്റെ ഉള്ളിൽ വരുന്ന സ്പേസ് ആണ് നമ്മൾ കണ്ടന്റ് ഇതാണ് കൊടുത്തത്. ഇതാണ് നമ്മൾ എൻ്റയർ എലമെന്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ബോർഡറിലുള്ളതാണ്, പുറത്ത് ഡോട്ട് ബോർഡർ ഉള്ളതല്ല, ആ ബ്ലാക്ക് ബോർഡർ ഉള്ള അതാണ് നമ്മൾ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ എലമെന്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന സ്പേസ് ആണ് പാഡിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ കണ്ടന്റ് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടന്റിന്റെ പുറത്തേക്ക് എന്താണ് നമ്മൾ കണ്ടന്റ് പ്ലേസ് ചെയ്യുന്നത്, ആ കണ്ടന്റിന്റെ പുറത്തേക്ക് കൊടുക്കുന്ന സ്പേസ് ആണ് പാഡിംഗ്. അതിനെ നമ്മളുടെ എലമെന്റിന്റെ ഉള്ളിലായിട്ട്. ഇനി നമുക്ക് ബോർഡർ കൊടുത്തു നോക്കാം. ബോർഡർ 10px സോളിഡ് ഒരു ബ്ലാക്ക് ഷെയ്ഡോ ആദ്യത്തെ ഡിവിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്ത നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പുറത്തായിട്ടാണ് നമുക്ക് ബോർഡർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പാഡിങ് കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത എലമെന്റിന്റെ കണ്ടെയ്നർ ഏരിയ ഏതാണോ അവിടെയാണ് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടുക. അതിന് പുറത്ത് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്തേക്കായിട്ടായിരിക്കും ബോർഡർ വരുന്നത്. കണ്ടന്റിന്റെ ഉള്ളിൽ തന്നെ, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിന്റെ പുറത്തേക്കായിട്ട്. നമ്മളുടെ എലമെന്റ് എവിടെയാണോ എലമെന്റിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ബോർഡർ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഈ ബോർഡറിനെ അപ്ലൈ ചെയ്യില്ല. ഇനി നമുക്ക് എലമെന്റിന്റെ പുറത്ത് വരുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ കൂടെ കൊടുത്തു നോക്കാം. മാർജിൻ ഞാനിവിടെ 50px കൊടുത്തു. 50px കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡീബഗർ ടൂളിൽ നമുക്കിവിടെ കാണാൻ പറ്റും മാർജിൻ 50px വന്നിട്ടുണ്ട്. ബോർഡർ 10px ആണ്. ഓരോന്നും സെലക്ഷൻ ആവുന്നുണ്ട്. പാഡിങ്, അതേപോലെ നമ്മളുടെ കണ്ടന്റ് എന്താണ് നമ്മൾ ഉള്ളിൽ കൊടുത്ത കണ്ടന്റ്, അതാണ് ഈ ഒരു നടുക്കുണ്ടാകുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇനി ഈ മാർജിൻ എന്ന് പറയുന്നത് എലമെന്റിന്റെ പുറത്താണ്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബോർഡറിന്റെ പുറത്താണ് ആ ഒരു ഡോട്ടർ ലൈൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഏതൊരു എലമെന്റ് മറ്റൊരു എലമെന്റ് ടച്ച് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാർജിൻ
മാർജിൻ അത് എലമെന്റിന്റെ ഔട്ട് സൈഡ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ 4 സൈഡിലും 50 px കൊടുത്തോണ്ട് ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് 4 സൈഡിലും നമുക്ക് 50 pxന്റെ സ്പേസിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത എലമെന്റ് ആ ഒരു 50 px കഴിഞ്ഞിട്ട് മാത്രമേ പ്ലേസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതേ 50 px മാർജിൻ തന്നെ രണ്ടാമത്തെ ഡിവിന് കൂടെ ആഡ് ചെയ്യാം. ബോർഡറും പാഡിംഗ് ഒന്നും തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ അപ്ലൈ ചെയ്ത സമയത്ത് എന്തൊരു മാറ്റം വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 50 px സ്പേസ് വന്നു, മുകളിലത്തേന് സെയിം തന്നെയാണ്, റൈറ്റ് സൈഡിലും വന്നു. ഇവിടെ ടോപ്പിൽ നമുക്ക് ഫസ്റ്റ് ഡിവിന്റെ ടോപ്പിൽ നമ്മൾ 50 px ആണ് സ്പേസ് കൊടുത്തത് അല്ലെ, മാർജിൻ കൊടുത്തത്. പിന്നെ ബോട്ടം 50 px. ഇത് രണ്ടും നമ്മൾ ഒരു കാഴ്ചയിൽ തന്നെ ഈക്വൽ ആണ്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ എലമെന്റിന് നമ്മൾ ടോപ്പ് 50 px കൊടുത്തിട്ടുണ്ട്. 50ഉം 50ഉം 100 അല്ല വരേണ്ടത്. പക്ഷെ മാർജിൻ ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യുന്നത്. മാർജിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എലമെന്റിന് എത്രയാണോ സ്പേസ് കൊടുത്തത് ആ ഒരു സ്പേസ് കീപ്പ് ചെയ്യും മറ്റുള്ള അടുത്ത എലമെന്റിന്റെ ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള സ്പേസ് 50 px വേണമെന്ന് പറഞ്ഞു. അത് ആദ്യം അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് എലമെന്റും ഫസ്റ്റ് എലമെന്റും തമ്മിലും 50 px വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 50 px ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അപ്ലൈ ചെയ്യില്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണോ കൂടുതൽ, അതായത് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ബോക്സിന് 100 എന്ന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ 70 എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കും. 70 px. അപ്പൊ 70 px ആണല്ലോ കൂടുതൽ. അപ്പോൾ ഇവിടെ 70 px ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 50 px നോക്കും, പിന്നെ രണ്ടാമത് 70 px കൊടുത്തുകൊണ്ട് ഏതാണോ കൂടുതൽ ആ ഒരു മാർജിനാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ രണ്ട് മാർജിനും കൂടെ അഡീഷൻ ചെയ്യില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെയാണ് മാർജിൻ റെൻഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് പാഡിങ്ങും ബോർഡർ കൂടെ ഈ ഡിവിന് കൂടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ബോക്സിന് ബാക്ക്ഗ്രൗണ്ട് കളർ പാഡിങ് 20. പാഡിങ് എന്താണെന്ന് കണ്ടു. നമ്മൾ എലമെന്റിന്റെ ഉള്ളിലുള്ള സ്പേസിംഗ് ആണ്, ഒരു ബ്രീതിങ് സ്പേസ്. നമ്മളെ കണ്ടന്റും ആ ഒരു എലമെന്റും തമ്മിൽ ടച്ച് ചെയ്യാതെ, എലമെന്റിന്റെ അറ്റവും തമ്മിൽ ടച്ച് ചെയ്യാതെ കിട്ടാനുള്ള സ്പേസിംഗ് ആണ് പാഡിങ് എന്ന് പറയുന്നത്. പിന്നെ ബോർഡർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ബാക്ക്ഗ്രൗണ്ട് കളർ, എലമെന്റിന്റെ ഉള്ളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ കഴിഞ്ഞിട്ടൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡർ ഉപയോഗിക്കുന്നത്. അതിൽ എന്താണോ സൈസ് അതിൽ കൊടുക്കേണ്ടത്, ബോർഡറിന്റെ സൈസ് എന്താണോ, പിന്നെ സോളിഡ് ആണോ ഡോട്ടഡ് ആണോ, പിന്നെ അതേപോലെ കളർ, അങ്ങനെയാണ് ബോർഡർ കൊടുക്കേണ്ടത്. മാർജിൻ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ ഔട്ട്സൈഡ് ഉള്ള സ്പേസിംഗ്, മറ്റുള്ള എലമെന്റുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സ്പേസിംഗ് ആണ് മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് എലമെന്റിന് മാർജിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണോ കൂടുതൽ അതാണ് അപ്ലൈ ചെയ്യുള്ളൂ. അല്ലാതെ രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ അല്ല മാർജിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് CSS ബോക്സ് മോഡലുള്ള വേറൊരു എലമെന്റ് എന്ന് പറയുന്നത് വിഡ്ത്തും ഹൈറ്റും ആണ്. ഫസ്റ്റ് ബോക്സിന് വിഡ്ത്ത് കൊടുക്കുകയാണ്, 200 px വിഡ്ത്ത് കൊടുത്തു, ഹൈറ്റ് 100 px കൊടുത്തു. ഇനി റീഫ്രഷ് ചെയ്തു. ഞാനിവിടെ വിഡ്ത്തും ഹൈറ്റും കൊടുത്ത സമയത്ത് നമ്മളുടെ ബോക്സ് മോഡൽ റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിഡ്ത്തും ഹൈറ്റും ഇവിടെ അപ്ലൈ ചെയ്തതായിട്ട് കാണാം. പിന്നെ പാഡിംഗ് എന്ന് പറയുന്നത് അതിന്റെ ടോപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ആക്ച്വൽ ഈ ഒരു എലമെന്റിന്റെ ആക്ച്വൽ വിഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് വെർട്ടിക്കലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ ആവുന്ന സമയത്ത് നമ്മൾ കണ്ടന്റിന്റെ ഹൈറ്റ് എത്രയാണ് കൊടുത്തത്, 100 px ആണ്. പിന്നെ ടോപ്പും ബോട്ടവും ഉള്ള പാഡിങ്ങും ബോർഡറും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് ഇവിടെ പാഡിംഗ് ടോപ്പ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 120. ബോർഡർ ടോപ്പ് എന്ന് പറയുന്നത് 10 ആണ്. 130, പിന്നെ 150, 160. ഇതാണ് ടോട്ടൽ ഈ ഒരു എലമെന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 160 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു എലമെന്റിനെ നമ്മൾ ഇവിടെ ഇൻസ്പെക്ട് എലമെന്റിന്റെ അവിടെ നമ്മൾ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ആ എലമെന്റിന്റെ ഹൈറ്റും വിഡ്ത്തും അവിടെ റെൻഡർ ചെയ്യുന്നതായിട്ടാണ്. ഒരു ടോപ്പിൽ നിങ്ങൾക്ക് ഒരു പോപ്പ് ഓവർ വന്നിട്ട് കാണാം, div ഡോട്ട് ഫസ്റ്റ് ബോക്സ് 260 × 160. അപ്പോൾ ഈ ഒരു 160 ആണ് അതിന്റെ ആക്ച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈറ്റ് കൊടുത്തത് 100 ആണെങ്കിൽ പോലും അതിന്റെ ആക്ച്വൽ ഹൈറ്റ് വന്നിട്ടുള്ളത് 160 ആണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും, എലമെന്റിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ബോർഡർ ടോപ്പ് ബോട്ടം, അതേപോലെ പാഡിങ് ടോപ്പ് ബോട്ടം, പിന്നെ നമ്മൾ ആക്ച്വൽ കണ്ടന്റിന്റെ ഹൈറ്റ്, ഇത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആക്ച്വൽ കണ്ടന്റിന്റെ വിഡ്ത്ത് 200, പാഡിങ് ലെഫ്റ്റ് റൈറ്റ് 20 + 20 40, ഇപ്പൊ 240, പിന്നെ ബോർഡർ 10 + 10 20, ഇപ്പൊ 260. അങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എലമെന്റിന്റെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 260 കിട്ടാൻ പറ്റും. നമ്മൾ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ടന്റ്, നമ്മൾ കൊടുത്ത കണ്ടന്റിന് അനുസരിച്ച് അത് ഡൈനാമിക് ആയിട്ട് റെൻഡർ ചെയ്യും. ആ ഒരു കണ്ടന്റിന് അനുസരിച്ച് സൈസ് ഇടും. അത് പ്ലസ് ബാക്കിയുള്ള നമ്മൾ എത്രയൊക്കെയാണ് കൊടുത്തത് അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്ച്വൽ വിഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്
സമയത്ത് നമ്മൾ ഹൈറ്റും വിഡ്ത്തും കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹൈറ്റും വിഡ്ത്തും ഫിക്സഡ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ എലമെന്റിന് നമ്മളുടെ മോക്കപ്പ് പ്രകാരം അതിന് 200ഉം 100ഉം ആണ് സൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിക്സഡ് സൈസ് തന്നെ കിട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം വാല്യൂസ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് ഡിസൈൻ കിട്ടും. നമുക്ക് ഫിഗ്മയിലോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ മറ്റോ ഒക്കെ ഡിസൈൻ ചെയ്ത് UX ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൽ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ എലമെന്റിന്റെ ഹൈറ്റ് ഇത്രയാണ്, 80 ആണ് ഹൈറ്റ്, 800 ആണ് വിഡ്ത്ത് എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് പാഡിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ പാഡിംഗ് കൂടെ കൊടുക്കുമ്പോൾ ആക്ച്വൽ അതിന്റെ മാർക്ക് ചെയ്തതിനേക്കാൾ കൂടുതലായി പോകും. അപ്പോൾ 80 + 40 പിന്നെ 20 അങ്ങനെ മാക്സിമം കൂടി പോകും. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ അത് 140 ആയി. ഹൈറ്റ് നമ്മൾ 80 കൊടുത്തെങ്കിൽ പോലും അത് 140 ആയിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു വർക്ക് അറൗണ്ട് ഉണ്ട്. നമ്മൾ CSSൽ ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബോക്സ് സൈസിങ് എന്നുള്ളത് ബോർഡർ ബോക്സ് എന്നാക്കി കൊടുക്കുക. ബോക്സ് സൈസിങ് എന്നുള്ള പ്രോപ്പർട്ടി ബോർഡർ ബോക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും നമ്മുടെ ഹൈറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ എലമെന്റ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എലമെന്റിന്റെ div dot first ബോക്സ് അവിടെ കാണിക്കുന്നത് 800 × 80 ആക്ച്വൽ എത്രയാണോ വിഡ്ത്തും ഹൈറ്റും നമ്മൾ കൊടുത്തത് അങ്ങനെ തന്നെ അത് റെൻഡർ ചെയ്യും. അപ്പോൾ ആ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ബോർഡറും പാഡിങ്ങും കഴിഞ്ഞിട്ടുള്ള ബാക്കി എത്രയാണോ നമ്മൾ വിഡ്ത്തിൽ അല്ലെങ്കിൽ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഏരിയ മാത്രമേ കണ്ടന്റിന് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആക്ച്വൽ നമുക്ക് കൊടുക്കുന്ന ഹൈറ്റും വിഡ്ത്തും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം എലമെന്റ്സ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുക. ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഓരോന്നിനും കൊടുക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എല്ലാ എലമെന്റിനും ബോർഡർ ബോക്സ് വരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. ആ സമയത്തും നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു വിഡ്ത്തും ഹൈറ്റും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ CSS ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ബോർഡർ ബോക്സ് കൊടുക്കാതെയാണ് നമ്മൾ ഹൈറ്റും വിഡ്ത്തും ഒക്കെ അസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. അതായത് CSSന്റെ കാൽക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പാഡിങ്ങും മാർജിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരിക. അത് മുമ്പൊക്കെ നമ്മൾ ടാസ്ക് ചെയ്തപ്പോൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ബോക്സ് സൈസിങ് ഉപയോഗിക്കുക.